ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹുവാവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണിനെ കുറിച്ചാണ്. ഈ ഒരു ഫോണിലും നമുക്ക് ഗൂഗിളിലെ സർവീസ് കിട്ടുന്നില്ല. മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഹുവാവിയുടെ Y7P എന്ന് പറയുന്ന മോഡലും അതുപോലെ തന്നെ ഹുവാവി നോവ 7i അതുപോലെ തന്നെ P40 സീരീസിൽപ്പെട്ട ഫോണുകളിലൊക്കെ ഉള്ളത് പോലെ തന്നെ ഇതിലും നമുക്ക് ഗൂഗിളിലെ സർവീസ് കിട്ടുന്നില്ല. ഇതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ വീഡിയോ ആണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടണും കൂടെ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഹുവാവി Y6P എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത് Y6P തന്നെയാണ്. പിന്നെ ഫോൺ മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നതെന്നും കൂടെ നോക്കാം. ബോക്സിൽ പിന്നെ ഒരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ മൈക്രോ USB ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ ഒരു നോർമൽ ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിം എജക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളുമാണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ബാക്ക് കവർ വരുന്നില്ല. ഇനി ഡിവൈസ് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ വരുന്ന ഒരു വേരിയൻറ്റ് 3GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു പാൻറ്റം പർപ്പിൾ കളറാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു കളർ കൂടാതെ രണ്ട് കളറും കൂടെ അത് അവൈലബിൾ ആണ്. ഇമറാൾഡ് ഗ്രീൻ അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക്. ഇനി ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 3GB and 64GBക്ക് 499 ദിറംസ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 12,990 രൂപയുമാണ്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റിൽ വരുന്ന ഫോൺ തന്നെയാണ്. നല്ല അടിപൊളി ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫോണും കൂടാണിത്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.3 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1600x720 പിക്സൽസ് ആണ്. അതേപോലെ 19:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഇനി സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ ഭാഗത്ത് കുറച്ചധികം തന്നെ ബെസൽ കാണാൻ സാധിക്കുന്നുണ്ട്. 81.3% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു തിക്നെസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റും വരുന്നുണ്ട്. ഇത് 185 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. നോർമലി 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഒരു ഫോണിനൊക്കെയാണ് ഇത്രയൊരു വെയിറ്റ് ഉണ്ടാവാറ്. ഇനി ഫോണിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കർ കാണാം. ആ തൊട്ടടുത്തൊരു മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത് മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. പിന്നെ ഒരു 3.5mm ഓഡിയോ കണക്ട് ചെയ്യാനുള്ള ജാക്കും കാണാം. ഇനി എല്ലാ ഫോണിലും കിട്ടുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഹുവാവിയുടെ ഫോണിലൊക്കെ നമുക്ക് ഒരേ സമയത്ത് ഒരു സിം കാർഡോ ഒരു മെമ്മറി കാർഡോ ഇടാനേ സാധിക്കുള്ളൂ. എന്നാൽ ഈ ഒരു ഫോണിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡോ ഒരു മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കിട്ടുന്നത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ ആൻഡ് വോളിയോ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാം. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് രൂപത്തിലൊക്കെ തോന്നിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബോഡി ആയിട്ടാണ്. ഇനി ബാക്ക് സൈഡിൽ ഒരു റിയർ മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും കാണാം. അതുപോലെ തന്നെ ഒരു 3 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തൊരു ഫ്ലാഷും വരുന്നുണ്ട്. ഇനി ഇതിൽ വരുന്ന ഫസ്റ്റ് ക്യാമറ 2 മെഗാപിക്സലിൽ ഒരു f2.4 അപ്പാച്ചർ വാല്യൂ ഉള്ള ഒരു ഡെപ്ത് ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്ന ക്യാമറ ആണ് അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 5 മെഗാപിക്സലിൽ ഒരു f2.2 അപ്പാച്ചർ വാല്യുള്ള ഒരു ക്യാമറ. ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോണിലൊന്നും നമുക്ക് ഒരിക്കലും ഒരു അൾട്രാ വൈഡ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറ കിട്ടാറില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറ ആയിട്ട് വരുന്നതാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ക്യാമറ. 13 മെഗാപിക്സലിൽ ഒരു f1.8 അപ്പാച്ചർ വാല്യുള്ള ഒരു HDR ക്യാമറ ആണ് വരുന്നത്. ഇനി ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് കാണാൻ ഓപ്ഷൻസ് ബ്യൂട്ടി ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പാച്ചർ വരുന്നുണ്ട്, പ്രോ മോഡ് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് ലോ ലൈറ്റിലൊന്നും നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. ഇതൊരു ബഡ്ജറ്റിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉള്ള ഒരു ക്യാമറ ഒക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഡയലൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. അപ്പോൾ വീഡിയോയിലായാലും ഫോട്ടോയിലായാലും നമുക്ക് 4x വരെ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാപിക്സലിൽ ഒരു f2.0 അപ്പാച്ചർ വാല്യൂ ഉള്ള ഒരു വൈഡ് ക്യാമറ ആണ് കിട്ടുന്നത്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ബ്യൂട്ടി ഓപ്ഷനിൽ ഫോട്ടോ എടുക്കാം. ബ്യൂട്ടി ഓപ്ഷനിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൻ്റെ കളർ എത്ര ആണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ കാണാം ബ്യൂട്ടി ഓപ്ഷനിൽ എടുത്തുള്ള ഫോട്ടോസിൻ്റെതും അതുപോലെ തന്നെ നോർമൽ ഫോട്ടോസും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് ഒക്കെ. ഇനി ഈ ഒരു സെൽഫി ക്യാമറയിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ തന്നെയാണ്. ഇനി ഫോണിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 10.0 അതുപോലെ തന്നെ EMUI 10.1 വരുന്നത്.
ഇനി ഫോണിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹെലിയോ P22 എന്ന് പറയുന്ന ഒരു ഒക്ടാ-കോർ പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ പവർ VR GE8320 എന്ന് പറയുന്ന ഒരു GPU ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഗെയിംസൊക്കെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും നല്ല ഹൈ റെസൊല്യൂഷനിലും HDR-ലൊന്നും നമുക്കിതിൽ കളിക്കാൻ സാധിക്കില്ല. ഇനി ഈ ഒരു ഫോണിൽ നമുക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള Huawei Nova 7 അതുപോലെ തന്നെ Y7P എന്ന് പറയുന്ന മോഡലും അതുപോലെ തന്നെ P40 സീരീസിൽ വന്ന ഫോണുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു പ്ലേ സർവീസ് ഇതിലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഇതിൽ കിട്ടുന്നില്ല. പ്ലേ സ്റ്റോർ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കില്ല. ഇതിൽ വരുന്നത് Huawei ആപ്പ് സർവീസ് കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു Huawei ഗൂഗിൾ പ്ലേ സർവീസ് കിട്ടാത്ത ഫോണിലൊക്കെ എങ്ങനെയാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ ഒരു ആപ്പ് വായി ഒരുപാട് പേര് യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഗൂഗിളിൻ്റെ തന്നെയാണ് ഈ യൂട്യൂബും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ യൂട്യൂബ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രൗസർ ഓപ്പൺ ചെയ്താൽ അവിടെ ആയിട്ട് കാണാം യൂട്യൂബിൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് ഒരു ബ്രൗസർ വഴിയാണ്. അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ബ്രൗസറിൽ കൂടെയാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ യൂട്യൂബ് നമുക്കൊരു ഷോർട്ട് കീ ആയിട്ട് ഹോം സ്ക്രീനിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസർ വഴി തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും ഈസി ആയിട്ട്. ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് കമൻറ്റിൽ കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇതിൽ ബാങ്കിൻ്റെ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല, ജിമെയിൽ വർക്ക് ചെയ്യുന്ന, ഗൂഗിൾ വർക്ക് ചെയ്യുന്നില്ല, യൂട്യൂബ് വർക്ക് ചെയ്യുന്നില്ല, ഗെയിം കളിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഈ ഒരു ഫോണെന്നൊക്കെ. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ആപ്പ് വർക്ക് ചെയ്യും, ഏതൊക്കെ ആപ്പ് ഇതിൽ വർക്ക് ചെയ്യില്ല എന്നൊക്കെ. ഇനി ഈ ഒരു ഫോണിൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ 3GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് ഉള്ളത്. 512GB വരെ നമുക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ട് എക്സ്പെൻഡ് ചെയ്യാനും സാധിക്കും. ഇനി ഈ ഒരു ഫോണിൽ 5000 mAh ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടല്ല. ഇതിൽ പിന്നെ നമുക്ക് റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഒരു അടിപൊളി ഒരു ഓപ്ഷനും കൂടെ കിട്ടുന്നുണ്ട്. ഈ റിവേഴ്സ് ചാർജിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഫോണിൻ്റെ ചാർജിങ് പോർട്ടിൽ നിന്ന് വേറൊരു ഫോണിൻ്റെ ചാർജിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പവർ ബാങ്ക് പോലെ ഇതിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു ഓപ്ഷൻ തന്നെ ഈ ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ സെക്യൂരിറ്റി ലോക്കായിട്ട് വരുന്നത് റിയർ മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കും തന്നെയാണ്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത സമയത്ത് റിയർ മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഫേസിനെക്കാട്ടും പെട്ടെന്ന് തന്നെ സെൻസായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. നല്ല അടിപൊളി ലൗഡായിട്ടുള്ള സൗണ്ടാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഓണാക്കി അതേ ഒരു എഫക്റ്റൊക്കെ നമുക്ക് ഈ ഒരു സൗണ്ടിൻ്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൽ ഡുവൽ 4G സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വോൾട്ടി കിട്ടുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ NFC സപ്പോർട്ടല്ല. പിന്നെ ഇതിൽ വൈഫൈയിൽ 2.4 GHz മാത്രമേ സപ്പോർട്ടുള്ളൂ, 5 GHz സപ്പോർട്ടല്ല. പിന്നെ ഇതിൽ ലൈറ്റ് സെൻസറും വരുന്നില്ല. ഇനി ഈ ഒരു ഫോണിൻ്റെ കുറവായിട്ട് തോന്നിയത് ഗൂഗിൾ പ്ലേ സർവീസ് ഇല്ല എന്നതുള്ളത് തന്നെയാണ്. എന്നാൽ മറ്റുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഗൂഗിൾ പ്ലേ സർവീസ് ഇല്ലാത്തതൊരു കുറവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയാണ് Huawei Y6P എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടണും കൂടെ ഓൺ ആക്കി വെക്കുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.